പതിപോലെ എല്ലാ പ്രേക്ഷകർക്കും കോക്ടെയിൽ കുത്തിത്തിരിപ്പുകളിലേക്ക് സാദരം സ്വാഗതം. തിരുവനന്തപുരം ലോ കോളേജിൽ അഭിഭാഷക വിദ്യാർത്ഥികൾ സമരത്തിലായിട്ട് ആഴ്ച 2 ഇതുവരെ ഒരു തീർപ്പ് ഉണ്ടായിട്ടില്ല. സമരക്കാരായ വിദ്യാർത്ഥികളുമായി സർക്കാർ നടത്തിയ ചർച്ചയിലും ഒന്നും സംഭവിച്ചില്ല. ഒന്നങ്ങോട്ടോ ഒന്നിങ്ങോട്ടോ അയയാൻ മാനേജ്മെന്റോ സമരക്കാരോ റെഡിയല്ല. ഇനിയും സമരം ഇങ്ങനെ പോയാൽ കുട്ടികളുടെ നിയമ പഠനം ലോ ലെവലിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതെന്തുമാവട്ടെ, എന്തായാലും സമരം ഗംഭീരമായി തുടരുകയാണ്. എല്ലാ പാർട്ടിയുടെയും നേതാക്കൾ സമരക്കാരെ കാണാൻ വരുന്നുണ്ട്. 2-3 ഏക്കർ സ്ഥലം മാത്രം മതി ഈ യൂണിവേഴ്സിറ്റിക്ക്. 13 ഏക്കർ ഭൂമി ഇവർ കൈവശം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ഭൂമി കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ഇവരിൽ നിന്ന് ഗവൺമെന്റ് ഉടനെ തന്നെ ആ ഭൂമി തിരിച്ചെടുക്കുകയാണ് വേണ്ടത് എന്നാണ് എന്റെ അഭിപ്രായം. കുഞ്ഞാലിക്കുട്ടി സാഹിബും കുമ്മനം രാജശേഖരൻജിയും ഒക്കെ കിട്ടിയ അവസരം നന്നായി മുതലാക്കുകയാണ്. കുട്ടികൾക്ക് വേണ്ടി പ്രതികരിക്കാൻ എന്തൊരു ശുഷ്കാന്തിയാണെന്നോ. മേധാവിയുടെ മാനേജ്മെന്റിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വിദ്യാർത്ഥികളുടെ ഭാവിയെ കുരുതി കൊടുക്കാനാവില്ല, വിദ്യാർത്ഥികളെ അതിന് വിട്ടുകൊടുക്കാനാവില്ല. ഒരു രക്ഷിതാവിന്റെ മനസ്സോടുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഒരു രക്ഷിതാവിനും സഹിക്കാവുന്നതല്ല. വിദ്യാർത്ഥി സമരം ഇങ്ങനെ പൊടി പൊടിക്കുമ്പോൾ തങ്ങളാൽ കഴിയുന്ന വിധം അത് മാർക്കറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ് BJP. അതിനായി ഒരു 48 മണിക്കൂർ നിരാഹാരം കിടക്കാൻ പോലും നേതാക്കൾക്ക് മടിയില്ല. 48 മണിക്കൂർ കഴിഞ്ഞാൽ വിശക്കും. നമ്മുടെ V മുരളീധരൻജിയെയാണ് ഈ 2 ദിന നിരാഹാര പരിപാടിക്ക് കുമ്മനംജി നറുക്കെടുത്തിരിക്കുന്നത്. പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ തന്നെ 48 മണിക്കൂർ നിരാഹാര സമരം അനുഷ്ഠിച്ചുകൊണ്ട് ഈ സമരത്തിന് ഊർജം പകരാൻ ഇവിടെ ഞങ്ങൾ ഒരു സമരം സംഘടിപ്പിച്ചിരിക്കുന്നു. ഒരു 48 മണിക്കൂർ നേരത്തെ നിരാഹാര സമരം നടത്താൻ ഉള്ള തീരുമാനമെടുത്തതിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് എനിക്ക് മുൻപ് സംസാരിച്ച നേതാക്കന്മാർ സൂചിപ്പിച്ചു. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമരത്തിന്റെ ഒരു പ്രത്യേകത, വിദ്യാർത്ഥി സംഘടനകളുടെയും പ്രതിനിധികൾ ഒരേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കാളികളാകുക. വിദ്യാർത്ഥികൾ വലിയ കുഴപ്പമില്ലാത്ത നിലയിൽ അവിടെ സമരം നടത്തി വരുന്നുണ്ട്. അതിനിടയിൽ കയറി ഈ കടന്നുകയറ്റത്തിന്റെ ഉദ്ദേശം ശരിയല്ലെന്നാണ് അങ്ങാടി വർത്തമാനം. ദില്ലി സർവകലാശാലയിലും ഹൈദരാബാദ് സർവകലാശാലയിലും കുട്ടികൾ സമരം നടത്തുമ്പോൾ ആട്ടി ഓടിച്ചവരാണ് ഈ സാറന്മാർ. കേരളത്തിൽ ഒരുപാട് യുവജന വിദ്യാർത്ഥി പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയെന്ന് അവകാശപ്പെടുന്ന ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി നേതാവ്, ഏതെങ്കിലും ഒരു യുവജന നേതാവ് 5 പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സംഘടനകൾ കഴിഞ്ഞ 2 ആഴ്ചയായി ഇവിടെ നിരാഹാര സമരം കിടന്നിട്ട് ഒരാൾ തിരിഞ്ഞു നോക്കിയില്ല. റിപ്പബ്ലിക് ദിന പരിപാടി ഗംഭീരമാക്കാൻ അങ്ങ് ഗൾഫിൽ നിന്ന് ദില്ലിയിലേക്ക് ഒരു അതിഥി എത്തിയിട്ടുണ്ട്. UAE കിരീടാവകാശിയായ ഷെയ്ഖ് അൽ നഹയാൻ. ഷെയ്ഖിനെ സോപ്പിട്ട് എന്തെങ്കിലും ഒപ്പിച്ചെടുക്കാനാണത്രേ മോദിജിയുടെ പരിപാടി. പക്ഷേ സ്ഥിരം ഷോ കാണിച്ച് ഷെയ്ഖിനെ മോദിജി വെറുപ്പിക്കാതിരുന്നാൽ മതിയായിരുന്നു. ഈ ഷോയൊക്കെ കണ്ടാൽ അങ്ങനെ തോന്നിപ്പോകും. അറബിയായ ഷെയ്ഖും ഹിന്ദിക്കാരനായ മോദിജിയും ഏറെ നേരം സംസാരിച്ചു. ദൂരെ നിന്നും മാത്രം കണ്ടതുകൊണ്ട് എന്ത് കുന്തമാണ് സംസാരിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇരുവരും അവരവരുടെ ഭാഷയിൽ സംസാരിക്കുകയായിരുന്നു. പിന്നെ പറയണ്ടല്ലോ, എന്തൊക്കെയോ പ്ലാനും പദ്ധതിയും പറഞ്ഞ് ഷെയ്ഖിനെ കൊണ്ട് മോദിജി ഒപ്പുവെപ്പിച്ചിട്ടുണ്ട്. ഗൾഫിൽ കഴിയുന്ന നമ്മുടെ പ്രവാസി സഹോദരങ്ങൾക്ക് രക്ഷയാകുമോ എന്തോ. നോട്ട് നിരോധനം പോലെ വളരെ ബുദ്ധിപരമായാണല്ലോ ഈയിടെയായി മോദിജിയുടെ പെരുമാറ്റം. We are delighted that His Highness has come back to India on his second state visit and with his participation as our honored chief guest in the Republic Day celebrations tomorrow. This visit is particularly special. Our discussions were wide-ranging, covering the entire spectrum of our bilateral engagement. Personally, I benefited immensely from your perspective of our partnership, your appreciation of our region and your word. Your Highness, under your leadership, we have been successful in creating new synergies in our ties. We have shaped an ambitious roadmap, action-oriented. Its future framework marked by depth, drive and diversification of our partnership. In closing, I would like to thank His Highness for accepting my invitation to visit India. ഷെയ്ഖിന്റെ മുന്നിൽ വെക്കാൻ ഇനിയുമുണ്ട് മോദിജിക്ക് ആവശ്യങ്ങൾ. കേട്ടാലും കോട്ടയത്ത് കഴിഞ്ഞ ദിവസം നടന്ന കോൺഗ്രസ് പിക്കറ്റിംഗ് സമരവേദിയിലേക്കാണ് ഇനി നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. സമരം എന്ന് പറഞ്ഞാൽ ഗംഭീര സമരമായിരുന്നു. ശക്തമായ പിക്കറ്റിങ്ങിന് ശേഷം അറസ്റ്റ് വരിച്ച് ധീരോദാത്തമായി പിന്മാറാനായിരുന്നു പ്രവർത്തകരുടെ പരിപാടി.
പിക്കറ്റിംഗ് കഴിഞ്ഞാൽ അറസ്റ്റ് വരിക്കലാണ് കീഴ്വഴക്കം. കൂട്ടത്തോടെ അറസ്റ്റ് വരിച്ചാൽ പിക്കറ്റിംഗ് സമരം ഉഷാറാവും. പക്ഷേ കാത്തിരുന്ന് മുഷിഞ്ഞിട്ടും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പോലീസ് വാൻ വരുന്നില്ല. സമരം ചെയ്യുന്നതിനേക്കാൾ ബോറാണ് ഈ അറസ്റ്റിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. അങ്ങനെ കാത്ത് കാത്ത് ഒടുവിൽ സമരക്കാരെ കൊണ്ടുപോകാൻ ഒരു പോലീസ് വാൻ വന്നു. ഇനിയാണ് സമരത്തിനിടയിലെ യഥാർത്ഥ സമരം നടക്കാൻ പോകുന്നത്. സ്കൂട്ടാവാനുള്ള സമരം. സമരം ചെയ്യുന്നതൊക്കെ കൊള്ളാം, പക്ഷേ അറസ്റ്റ് വരിച്ച് കേസും പുക്കാറുമൊക്കെയായി നടക്കാൻ വേറെ ആളെ നോക്കണം. ഈ ചിന്തയുമായാണ് സമരക്കാരിലെ ചിലർ പിക്കറ്റിങ്ങിന് എത്തിയത്. ഇതാ പോലീസ് വാൻ കാണുമ്പോൾ നൈസായിട്ട് മുങ്ങുന്ന മുൻനിര സമരക്കാരൻ. ഇത് ഒരു കോൺഗ്രസ്സുകാരന് മാത്രം ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ്. പോലീസ് വാൻ കണ്ടപ്പോൾ മുങ്ങിയ ഈ സമരക്കാരന്റെ പേര് പിറ്റേന്നത്തെ പത്രത്തിൽ ഉണ്ടായിരുന്നു അത്രേ. പത്രത്തിൽ പേര് കണ്ടപ്പോൾ കൂടെ ഉണ്ടായിരുന്നവർ ശരിക്കും അമ്പരന്ന് കാണണം. പത്രത്തിൽ പേര് കണ്ടപ്പോൾ കൂടെ ഉണ്ടായിരുന്നവർ ശരിക്കും അമ്പരന്ന് കാണണം. ഇനി ഒരു പോലീസുകാരന്റെ കഥയാണ്. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ കോലായിൽ നിന്ന് പിന്നാമ്പുറത്തേക്ക് മാറ്റി താമസിപ്പിച്ച പോലീസുകാരന്റെ കഥ. പറഞ്ഞു വരുന്നത് നമ്മുടെ TP സെൻകുമാർ സാറിനെ പറ്റിയാണ്. തന്നെ DGP സ്ഥാനത്ത് നിന്നും മാറ്റിയെങ്കിലും മാറാൻ തയ്യാറല്ലെന്ന് കാട്ടി കോടതിയിൽ പോയ സെൻകുമാറിന്റെ ഹർജി ഹൈക്കോടതി നിഷ്കരുണം തള്ളിയിരിക്കുകയാണ്. എന്നുവെച്ചാൽ മാറ്റിയത് ശരിയായി എന്നർത്ഥം. 4 ADGPമാരും 5 IGമാരും 2 DIGമാരുണ്ട സ്ഥലത്ത് എനിക്ക് മിക്കവാറും ആരും ഇല്ലാത്തൊരവസ്ഥയിലാണ് വർക്ക് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ നമ്മൾ 16 to 18 hours per day വർക്ക് ചെയ്താണ് മിക്കവാറും ഈ കാര്യങ്ങൾ തീർത്തു. സെൻകുമാർ ഈസ് നോട്ട് ലോക്നാഥ് ബെഹ്റ. ഇപ്പോൾ ലോക്നാഥ് ബെഹ്റയെ ആഗ്രഹമുള്ളൊരു സർക്കാരിന് സെൻകുമാറിനെ പറ്റില്ല, അതെനിക്കറിയാം. ദാറ്റ് ഈസ് ഫോർ ദ ഗവൺമെന്റ് ടു. വെറുതെ കടിച്ചു തൂങ്ങിയിരുന്നിട്ട് എന്ത് ചെയ്യാനാണ്? ആർക്കും വേണ്ടാത്ത പോലീസുകാരനായിട്ട് എന്ത് കാര്യം? മനസ്സിലാവുന്നു. പിന്നെ അതിലാകെ ഉള്ളൊരു കാര്യം നമുക്ക് തോന്നുന്നത്, ഇപ്പോൾ ഒരാളെ ഇഷ്ടമില്ലാന്ന് പറയുകയാണെങ്കിൽ ദെൻ ദാറ്റ് ക്യാൻ ബി ടോൾഡ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസമുള്ളൊരു ഓഫീസറെ വേണം, അത് നിങ്ങളുടെ വേവ് ലെങ്തായിട്ട് പോകുന്ന വേവ് ലെങ്ത് അല്ല ഞങ്ങളുടെ എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ അപ്പെക്സ് സ്കെയില് എടുത്തു വെച്ചിട്ട് നമ്മളത് സുഖമായിട്ട് നമുക്ക് മാറിപ്പോകാം. കാരണം ഐ ഡോണ്ട് ഹാവ് എനി എന്താ പറയുന്നത് ക്ലബ്ബോ അല്ലെങ്കിൽ മറ്റേ ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ എന്താ പറയുന്നത് 5 സ്റ്റാർ ഡിന്നറോ ഒന്നുമില്ല. ഐ വർക്ക്, ഐ ഗോ ഹോം. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഐ ട്രൈ ടു പ്ലേ സം ഷട്ടിൽ.